ഗുഡ് മോർണിംഗ്. ഞങ്ങളപ്പം ലണ്ടനിലേക്ക് പോവാണ്. ഇത്തവണ നമ്മൾ പോകുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ദിദിയുടെയും മേരിയുടെയും വാവനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഗിൽഫോർഡിലേക്ക് പോകണം. ജസ്റ്റ് 1 ഡേയിലേക്ക് പോകുന്നുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. ചെറിയ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ലണ്ടനിലെ വീഡിയോ നമ്മൾ കാണിച്ചപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഫോണൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അതും നമ്മുടെ ഫ്ലൈറ്റ് 5:00-ക്കാണ്. നമ്മളൊരു 4:30 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. നേരത്തെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കോഫിയൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര രാവിലെ ആയതുകൊണ്ട് തന്നെ ലോ എനർജിയാണ്. എന്നാലും നമ്മളൊന്ന് എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് നോക്കുന്നുണ്ട് കോഫിയൊക്കെ കഴിച്ചിട്ട്. എന്തായാലും പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴേ ഞാൻ കരുതി കുറേയൊക്കെ മ്യൂസിക് ഒന്നും ഇടാതെ റോ ആയിട്ട് തന്നെ കാണിക്കാമെന്ന് കരുതി. ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ് അതിൻ്റെ ബ്യൂട്ടി വരുന്നത്. നമ്മളിപ്പോൾ വണ്ടി എടുത്തു. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മൾ പോയ സമയത്ത് ഹേർട്സിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി കിട്ടിയായിരുന്നു. പക്ഷെ ഇത്തവണ എന്താ അറിയില്ല, നല്ല തിരക്കായിട്ടാണോ അറിയില്ല, നമ്മളിവിടെ വന്നപ്പോൾ ഒറ്റ കാർസ് അവൈലബിൾ ആയിട്ടുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഹേർട്സിൽ നിന്നല്ല ഇത്തവണ യൂറോപ്പ് കാറിൽ നിന്നാണ് വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല. പിന്നെ പൈസയും കുറച്ച് കൂടുതലാണ്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും വരാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഹേർട്സ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. റേറ്റ് നല്ല കുറവിനും കിട്ടും. പിന്നെ വണ്ടികളാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാം. അപ്പം നമ്മളിപ്പം ഗിൽഫോർഡിലേക്ക് പോവാണ്. 1.5-1.25 മണിക്കൂറാണ് കാണിക്കണേ. അപ്പം എത്തിയിട്ട് കാണാം. ആ പാട്ട് പാടുന്ന എടുക്കുക. കുറെ കൂടി കണ്ടോ ഫീൽഡും ഇതുമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുക്കണത്. ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കണ്ടിട്ട് അതിൽ കൂടി അങ്ങോട്ടും നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഇതൊരു മസ്റ്റ് ഡു തിങ് ആണ് ഏത് ട്രിപ്പിൽ നമ്മൾ പോയാലും. സോ പ്ലീസ് അഡ്ജസ്റ്റ്. ദിദിയുടെ വീടിൻ്റെ സൈഡിലുള്ള ഏരിയ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ. വീടിൻ്റെ ആർക്കിടെക്ചറൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള വീടുകൾ. അടിപൊളി. എന്താണ് ഭവതി ഉണ്ടാക്കുന്നത്? ഞാൻ ഫ്രൈഡ് റൈസ് ആണ്. ഇങ്ങനെ കഷ്ണമായി ഉണ്ടാക്കിയായിരുന്നു. നോക്കട്ടെ എന്താവുന്നു. സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്. പനീറല്ലേ ഇത്? ഇതെന്ത് സാധനം? ഓ, ചിക്കൻ മഞ്ചൂരിയൻ. ഉണ്ടാക്കണം. അതിപ്പോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചിക്കൻ മഞ്ചൂരിയൻ. ഈ ഫ്രെയിം ഞങ്ങൾക്ക് ഭയങ്കര പ്രിഷ്യസ് ആണ്. നമ്മൾ ഇഷാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഇഷാൻ്റെ കൂടുതൽ വീഡിയോസും നമ്മളിപ്പോൾ എടുത്തതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ദിദിയും മീരയും വാവയൊക്കെ ആയിട്ട് ഇവിടേക്ക് വരുന്ന സമയത്തായിരിക്കും ഇപ്പോൾ എടുത്ത വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷാൻ ഇച്ചിരി കൂടി വലുതായിട്ടുണ്ടാവുമല്ലോ. ജൂലി ഹിൽസിൽ നേരത്തെ കണ്ട പോലെ അല്ല കേട്ടോ. രാത്രിയെ ഒടുക്കത്ത തണുപ്പായി. എനിക്കിപ്പോ നേരത്തെ ചൂട് കിട്ടിയ കൊള്ളാന്നുണ്ട്. മാറുന്ന ചിന്താഗതി. ഡോഗ്സിന് ഇഷ്ടമാണോ? അല്ലല്ല, പേടിയാന്നല്ലേ? ഭയങ്കര പേടിയാ. അല്ല, ചേട്ടന് ഇഷ്ടമാണോ ഡോഗ്സിന്?
ഓരോ സ്ഥലവും ഡിഫറെൻ്റ് ആണെന്ന് പറയണ പോലെ തന്നെ ഗിൽഫോർഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഇതുപോലെയുള്ള ചില ഏരിയാസിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ എക്സാക്ട്ലി ഒരു ബ്രിട്ടീഷ് സിറ്റിയിലൊക്കെ പോയി നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ട പോലെയുള്ള ചില സീൻസാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരുപാട് കുതിരകളൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ബ്ലൂ കളറിലൊരു കുതിരേനെയൊക്കെ കണ്ടത്. ഭയങ്കര ഒരു നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, അതായിരുന്നു ഗിൽഫോർഡിൽ. നമ്മൾ 3rd ടൈമാണ് പോണെങ്കിലും നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്തത് ഇത്തവണയായിരുന്നു. ഈ മോട്ടക്കുന്നം കൊണ്ടാണ് കാണുന്നത് ടൗൺ സെന്ററിൽ ശരി, കൊള്ളാം കൊള്ളാം. ഞാനിപ്പോ ആലോചിച്ചോളൂ, സിറ്റി മൊത്തം പുഴയൊക്കെ സിറ്റി മൊത്തം കാണാം. ആ അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, സൂം ചെയ്താ കിട്ടോ നോക്കട്ടെ. ഇച്ചാല് എന്നോടാ കളിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കാണാലോ. ആകാശത്ത് എന്തൊരു ദീപം, എല്ലാ സാധനങ്ങളും ഉള്ള സ്കേറ്റിംഗ് ഒക്കെ നടക്കണ ഇവിടെയല്ലേ. ഐസ് സ്കേറ്റിംഗ്, മറ്റേ ഇൻഡോർ ഹോക്കീസ്, ഐസ് ഹോക്കി, പിന്നെ പൂള്, പിന്നെ കുട്ടികൾക്കുള്ള വാട്ടർ തീം പാർക്ക് പോലത്തെ ഒരു കുഞ്ഞു സാധനം. അതൊക്കെ ഇതിനകത്തുണ്ടോ? ചില്ലറ സംഭവം അല്ലല്ലോ. അതും കുഞ്ഞുങ്ങളുടെ വാട്ടർ തീം പാർക്ക്. കേറാം നമുക്ക്. ഉണ്ണോട്ടം കയറിയുണ്ട്, കുഞ്ഞു കുച്ചിടങ്ങളൊക്കെ ഉണ്ടോ? എന്റെ കൈ അഭ്യാസം ഉണ്ടോ അവിടെ? അഭ്യാസം എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ നടക്കണൊക്കെ ഉണ്ണിട്ടൊക്കെ പെങ്കിനുമ്പോ പിടിച്ചിട്ടായിരുന്നു. കുഞ്ഞു ബേബീസിന്റെ വാട്ടർ തീം പാർക്ക്, കാരണം ഇത്ര ഹൈറ്റിലെ വെള്ളമുള്ളൂ. അപ്പൊ ആ സാധനം ചാടുന്ന മറ്റേ സിനിമയിൽ ജഗദീഷ് ചാടൂലേ? അല്ല, ജഗദീഷ് മന്ത്രത്തിൽ ചാടൂലേ? സൈഡിൽ ടൈമുണ്ട്, വേഗം ചെയ്തോ. ഈ പിള്ളേർക്ക് കളിക്കുന്ന ഗെയിംസിൽ മിനി വേർഷനൊക്കെ കിട്ടും. ശരി. അവിടെ താഴെ വേണമെന്നുണ്ടാവും. താഴെ നിന്നെടുത്ത് ദ്യുതിമീർ ഇവിടെ വന്ന് സ്ഥിര കളിയാന്ന് പറഞ്ഞൂടെ. അതെന്തൂട്ടത് വെറുതെ
ഏറ്റ മോളെ വെറുതെ വീണു. ആള് വെറുതെ തന്നേക്ക് പോയിട്ട് അവിടെ വീണു. വളരെ ഫൺ ഫീൽഡ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഞങ്ങൾ മീരയുടെയും ദിദിയുടെ അടുത്ത് പോയപ്പം. ആൻഡ് അത് ഓൾവേസ് അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് ടൈം അവർ വരണവരെ ഓർക്കാം. ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ തന്നെ ധാരാളം.